ദൈവവചന ഘോഷണത്തിനായി ക്ഷണിച്ച് ഇവിടെ കടന്നു വന്നിരിക്കുന്ന പെന്തക്കോസ്റ്റൽ മാറാനാഥ ഗോസ്ബൽ ചർച്ചിൻ്റെ കേരള സ്റ്റേറ്റിൻ്റെ പ്രസിഡന്റ് ബഹുമാന്യ ദൈവദാസൻ പാസ്റ്റർ എം.എ. ജോൺ നമ്മുടെ മധ്യത്തിൽ സമാഗതനായിട്ടുണ്ട്. സ്വത്രം. അദ്ദേഹം വചനം സവിസ്തരം ഇന്ന് രാത്രി നമ്മോട് അറിയിക്കും. അതിനു മുൻപേ ഗായക സംഘം വീണ്ടും നമുക്ക് ഒരു പാട്ട് പാടി നമ്മുടെ മധ്യത്തിൽ ഒരു പാട്ട് പാടും. പാട്ടറിയാവുന്നവർ അവരോട് ചേർന്ന് കൈയടിച്ച് അല്പസമയം ആരാധിക്കുന്നത് നമ്മുടെ യോഗത്തിന് അനുഗ്രഹമായിരിക്കും. ഗായക സംഘത്തെ പാട്ട് ലീഡ് ചെയ്യാനായിട്ട് ക്ഷണിച്ചു. ഈ സന്ധ്യയിൽ ഈ സ്ഥലത്ത് യേശു കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നൽകിയ വിലയേറിയ അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മനോഹരങ്ങളായ ഗാനങ്ങൾ ഇതുവരെ കേൾക്കുവാനായി കഴിഞ്ഞു. നിങ്ങളുടെ കൈവശം ലഭിച്ച സോങ് ഷീറ്റിലെ 11ാമത്തെ ഗാനം ഞങ്ങളിവിടെ മുൻപ് പാടി. അതുവരെ ആവർത്തിച്ചുകൂടി പാടുവാൻ ആഗ്രഹിക്കുന്നു. ആ ഗാനം ഞങ്ങളോട് ചേർന്ന് പാടുവാനുള്ളൊരവസരം നിങ്ങൾക്കുണ്ട്. ഈ പരസ്യ സ്ഥലത്ത് ഇങ്ങനൊരു അവസരം നമുക്ക് ലഭിച്ചത് ഒരു പദവിയായിട്ട് എന്ന സന്ധ്യയിൽ നിങ്ങൾ കാണുന്നു. നമുക്ക് ഒരുമിച്ച് പാടി യേശു കർത്താവിൻ്റെ നാമത്തെ ഈ സന്ധ്യയിൽ മഹത്വപ്പെടുത്താം. ഒരു ബാധയും കൂടാരത്തോടടുക്കയില്ല, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും കൂടാരത്തോടടുക്കയില്ല. നീ അത്യുന്നതൻ മറവിലാണോ, നീ സർവശക്തൻ നിഴലിൻ കീഴോ, നീ അത്യുന്നതൻ മറവിലാണോ, നീ സർവശക്തൻ നിഴലിൻ കീഴോ. തന്റെ കൃഷ്ണമണി പോലൊന്നും കാത്തിടും, ഉള്ള കയ്യിലെ വസ്തുക്കൾക്ക് സൂക്ഷിക്കും. തന്റെ കൃഷ്ണമണി പോലൊന്നും കാത്തിടും, ഉള്ള കയ്യിലെ വസ്തുക്കൾക്ക് സൂക്ഷിക്കും. ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും കൂടാരത്തോടടുക്കയില്ല, ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല, ഒരു ബാധയും കൂടാരത്തോടടുക്കയില്ല. നീ അത്യുന്നതൻ മറവിലാണോ, നീ സർവശക്തൻ നിഴലിൻ കീഴോ, നീ അത്യുന്നതൻ മറവിലാണോ, നീ സർവശക്തൻ നിഴലിൻ കീഴോ. എന്റെ കാവലിൽ തൊട്ടാലെന്നും കാൽ വീഴും, മുൻപും പിന്നും തോടെ സൈന്യം കാവൽ ചെയ്യും. നിന്റെ കാവലിൽ തൊട്ടാലെന്നും കൈ വീഴും, മുൻപും പിന്നും തോടെ സൈന്യം കാവൽ ചെയ്യും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞിടുമ്പോൾ വഴിയിലാവുന്നു എന്ന ശബ്ദം നിന്നിൽ കേൾക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞിടുമ്പോൾ വഴിയിലാവുന്നു എന്ന ശബ്ദം നിന്നിൽ കേൾക്കും. നീ അത്യുന്നതൻ മറവിലാണോ, നീ സർവശക്തൻ നിഴലിൻ കീഴോ, നീ അത്യുന്നതൻ മറവിലാണോ, നീ സർവശക്തൻ നിഴലിൻ കീഴോ. കണ്ണിൻ കൃഷ്ണമണി പോലൊന്നും വസ്തുക്കൾ സൂക്ഷിക്കും, കണ്ണിൻ കൃഷ്ണമണി പോലൊന്നും കാത്തിടും, ഉള്ള കയ്യിലെ വസ്തുക്കൾ സൂക്ഷിക്കും. ഒരു ദോഷവും പറ്റാതെ സൂക്ഷിക്കും, സർവശക്തനായി മറുപടിയുണ്ട്. ഒരു ദോഷവും പറ്റാതെ സൂക്ഷിക്കും, സർവശക്തനായി മറുപടിയുണ്ട്. ഇന്ന് സൈന്യം എതിരായി പോരാടിയും യഹോവ നിനക്കായി യുദ്ധം ചെയ്യും. ഇന്ന് സൈന്യം എതിരായി പോരാടിയും യഹോവ നിനക്കായി യുദ്ധം ചെയ്യും. നീ അത്യുന്നതൻ മറവിലാണോ, നീ സർവശക്തൻ നിഴലിൻ കീഴോ, നീ അത്യുന്നതൻ മറവിലാണോ, നീ സർവശക്തൻ നിഴലിൻ കീഴോ. കണ്ണിൻ കൃഷ്ണമണി പോലും
പോലെന്നും കാത്തിടും ഉള്ളം കയ്യിലെ വസ്തുവെപ്പ് സൂക്ഷിക്കും കണ്ണിൽ കൃഷ്ണമണി പോലെന്നും കാത്തിടും ഉള്ളം കയ്യിലെ വസ്തുവെപ്പ് സൂക്ഷിക്കും ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും കൂടാരത്തോടടുക്കുകയില്ല ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കുകയില്ല ഒരു ബാധയും കൂടാരത്തോടടുക്കുകയില്ല നീ അത്യുന്നതൻ മറവിലാണോ നീ സർവശക്തൻ നിഴലിലോ നീ അത്യുന്നതൻ മറവിലാണോ നീ സർവശക്തൻ നിഴലിലോ കണ്ണിൽ കൃഷ്ണമണി പോലെന്നും കാത്തിടും ഉള്ളം കയ്യിലെ വസ്തുവെപ്പ് സൂക്ഷിക്കും കണ്ണിൽ കൃഷ്ണമണി പോലെന്നും കാത്തിടും ഉള്ളം കയ്യിലെ വസ്തുവെപ്പ് സൂക്ഷിക്കും ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ അൻപത്തെന്നും പരിചയാ ദൈവം നല്ലവൻ എല്ലാവർക്കും വല്ലവൻ അൻപത്തെന്നും പരിചയാ നയൊന്നും കൊടുക്കുകയില്ല നേരായി നടപ്പവർക്ക് നയൊന്നും കൊടുക്കുകയില്ല നേരായി നടപ്പവർക്ക് അമനോഹരം യാതൊരിന്റെ ആലയം എന്നൊരാനന്ദം തവ പ്രവരങ്ങളിൽ അമനോഹരം യാതൊരിന്റെ ആലയം എന്നൊരാനന്ദം തവ പ്രവരങ്ങളിൽ ദൈവമേ ഉള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ ദൈവമേ ഉള്ളം നിറയുന്നു ഹല്ലേലൂയ പാടും ഞാൻ ഓ ദൈവം നല്ലവൻ എല്ലാവർക്കും നല്ലവൻ നന്മക്കെന്നും പരിചയ ദൈവം നല്ലവൻ എല്ലാവർക്കും നല്ലവൻ നന്മക്കെന്നും പരിചയ നന്മയൊന്നും കൊടുക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും കൊടുക്കുകയില്ല നേരായി നടപ്പവർക്ക് ഒരു സങ്കേതം നിന്റെ അകപിടങ്ങൾ ഇവൻ ഭക്ഷിക്കും ചെറുപുഴുകിലും ഒരു സങ്കേതം നിന്റെ അകപിടങ്ങൾ ഇവൻ ഭക്ഷിക്കും ചെറുപുഴുകിലും നാളോറും നിൻ നന്മകളെയോർത്തു പാടി തുതിച്ചിടും നാളോറും നിൻ നന്മകളെയോർത്തു പാടി തുതിച്ചിടും ദൈവം നല്ലവൻ എല്ലാവർക്കും നല്ലവൻ നന്മക്കെന്നും പരിചയ ദൈവം നല്ലവൻ എല്ലാവർക്കും നല്ലവൻ നന്മക്കെന്നും പരിചയ നന്മയൊന്നും കൊടുക്കുകയില്ല നേരായി നടപ്പവർക്ക് നന്മയൊന്നും കൊടുക്കുകയില്ല നേരായി നടപ്പവർക്ക് ഓ ദൈവം നല്ലവൻ എല്ലാവർക്കും നല്ലവൻ നന്മക്കെന്നും പരിചയ ദൈവം നല്ലവൻ എല്ലാവർക്കും നല്ലവൻ നന്മക്കെന്നും പരിചയ നന്മയൊന്നും കൊടുക്കുകയില്ല നേരായി നടപ്പവർക്ക് 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 Hallelujah, hallelujah. Praise the Lord. ഹല്ലേലൂയ. തുടർന്ന് ഇന്നത്തെ പ്രധാന ദൈവിക സന്ദേശം നമുക്കെല്ലാവർക്കും ശ്രവിക്കാൻ പ്രാർത്ഥനാപൂർവമായിരിക്കാം. ആയതിനു വേണ്ടി പാസ്റ്റർ എം.എ. ജോണിനെ ക്ഷണിക്കുന്നു.
മാതാനാഥ ഗോസ്ബൽ ചർച്ച് പാളയം സഭയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന 2 ദിവസത്തെ സുവിശേഷ യോഗങ്ങളുടെ പ്രാരംഭ രാത്രിയാകുന്ന ഇന്ന് ദൈവജനമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ഇങ്ങനെ അവസരം ലഭിച്ചതിൽ സന്തോഷിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ യോഗത്തിന് ഇന്ന് പോലത്തെ കാലം അധ്യക്ഷ പദവി അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന പെന്തക്കോസ്തൽ മാതാനാഥ ഗോസ്ബൽ ചർച്ചിൻ്റെ ജനറൽ പ്രസിഡൻ്റ് ആയിരിക്കുന്ന പാസ്റ്റർ കെ ജോസഫ്, സ്റ്റേജിലായിരിക്കുന്ന പെന്തക്കോസ്തൽ മാതാനാഥ ഗോസ്ബൽ ചർച്ച് പാളയം സഭയുടെ ശുശ്രൂഷനായിരിക്കുന്ന പാസ്റ്റർ ഷിജു കെ വർഗീസ്, ഈ സുവിശേഷ യോഗത്തിന് മുഖാന്തരമായി തീർന്ന കാരണമായി തീർന്ന ആ പാളയം സഭയിലെ വിശ്വാസിയായിരിക്കുന്ന ബ്രദർ തങ്കച്ചൻ കുടുംബം, മറ്റേ പ്രിയപ്പെട്ടവർ, ഗായക സംഘം, ഇവിടെ ആയിരിക്കുന്ന നല്ലവരായ എല്ലാ നാട്ടുകാർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മുമ്പിലുള്ളതായ കാര്യങ്ങൾ പഴയ നിയമത്തിലും യേശുക്രിസ്തുവിന് ശേഷമുള്ള കാര്യങ്ങൾ പുതിയ നിയമത്തിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളുമുണ്ട്. ഇങ്ങനെ 66 പുസ്തകങ്ങൾ അടങ്ങിയ വിശുദ്ധ വേദപുസ്തകം 40-ലധികം എഴുത്തുകാരാൽ 1600 വർഷങ്ങൾ കൊണ്ടാണ് എഴുതപ്പെട്ടത്. 1600 വർഷങ്ങൾ കൊണ്ട് 40-ലധികം എഴുത്തുകാർ ലോകത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് എഴുതിയ പുസ്തകമാണെങ്കിലും ഇതെല്ലാം അന്യോന്യം ബന്ധപ്പെട്ട് കിടന്ന ആശയ വൈരുദ്ധ്യമില്ലാതെ ഈ പുസ്തകം ഈ നിലയിൽ എഴുതപ്പെടുവാൻ കാരണം ഇതിൻ്റെ ഗ്രന്ഥകാരൻ സ്വർഗത്തിലെ ദൈവമാണ് എന്നുള്ളത് കൊണ്ടാണ്. മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് എഴുതപ്പെട്ട പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ഈ വിശുദ്ധ ബൈബിളിൽ പുതിയ നിയമത്തിലുള്ള ഒരു പുസ്തകമാണ് റോമാലേഖനം. ആ റോമാലേഖനത്തിൽ നിന്ന് 3 വാക്യങ്ങൾ ഇവിടെ ഇപ്പോൾ വായിച്ച് കേൾപ്പിക്കും. റോമാലേഖനം 7-ാം അധ്യായം 24-ാം വാക്യം, 25-ാം വാക്യം, തുടർന്ന് കിടക്കുന്ന 8-ാം അധ്യായം 1-ാം വാക്യം. ഈ 3 വാക്യങ്ങൾ അടുത്ത് കിടക്കുന്ന 3 വാക്യങ്ങളാണ്. ഈ 3 വാക്യങ്ങൾ ഇന്ന് രാത്രിയിലത്തെ നമ്മുടെ ദൈവവചന ധ്യാനത്തിനായിട്ട് ഇവിടെ പ്രാരംഭമായിട്ട് വായിച്ചു കേൾപ്പിക്കും. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അതീതമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. 3 വാക്യങ്ങൾ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടു. ഈ 3 വാക്യങ്ങളിൽ 3 മനുഷ്യരെ പറ്റിയാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. റോമാലേഖനം 7-ാം അധ്യായം 24-ാം വാക്യത്തിൽ കാണുന്ന മനുഷ്യൻ അരിഷ്ട മനുഷ്യൻ. റോമാലേഖനം 7-ാം അധ്യായം 25-ാം വാക്യത്തിൽ കാണുന്ന മനുഷ്യൻ ക്രിസ്തുവേശു എന്ന മനുഷ്യൻ. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണുന്ന മനുഷ്യൻ ക്രിസ്തുവേശുവിൽ ആയ മനുഷ്യൻ. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, അരിഷ്ട മനുഷ്യൻ, ക്രിസ്തുവേശു എന്ന മനുഷ്യൻ, ക്രിസ്തുവേശുവിൽ ആയ മനുഷ്യൻ. മനുഷ്യന്റെ ഉടമസ്ഥാവകാശം ദൈവത്തിൻ്റെതാണ്. കാരണം ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അനാദിയായ ദൈവം, ആരംഭമില്ലാത്ത ദൈവം തന്റെ സൃഷ്ടിപ്പിന്റെ ആരംഭമായി ഈ ഭൂമിയെ ദൈവം സൃഷ്ടിച്ചു. ഈ ഭൂമിയിൽ പാർക്കുവാൻ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം സൃഷ്ടിച്ച 1-ാമത്തെ മനുഷ്യൻ ആദാമാണ്. ആദാമിനെ ദൈവം മണ്ണുകൊണ്ട് സൃഷ്ടിച്ച അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി ആ മനുഷ്യന്റെ വാരിയിൽ നിന്ന്, ആദാമിന്റെ വാരിയിൽ നിന്ന് ഒന്നെടുത്ത ഹവ്വായെ സൃഷ്ടിച്ചു. ഇങ്ങനെ ഈ ആദ്യ മനുഷ്യരായ ആദാമിൽ നിന്നും ഹവ്വായിൽ നിന്നും ഉടലെടുത്ത മാനവജാതി മാത്രമേ ഈ ഭൂപ്പരപ്പിലുള്ളൂ. ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന തുടർന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകം വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ചില വാക്യങ്ങൾ ഞാൻ തന്നെ ഇവിടെ ഉദ്ധരിച്ച് കേൾപ്പിക്കാം. വിശുദ്ധ ബൈബിളിലെ ഏകദേശം നടുക്ക് കിടക്കുന്ന പുസ്തകമാണ് സങ്കീർത്തന പുസ്തകം. ആ സങ്കീർത്തന പുസ്തകത്തിൽ തന്നെ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന അനവധി വാക്യങ്ങളുണ്ട്. ആ സങ്കീർത്തന പുസ്തകങ്ങളിലെ 100-ാം സങ്കീർത്തനം 3-ാം വാക്യം ഇങ്ങനെയാണ്: യഹോവ തന്നെ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ, അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു. വേദപുസ്തകം പറയുന്നു യഹോവയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ മനുഷ്യൻ ദൈവത്തിന്റെ വകയാണ്. 119-ാം സങ്കീർത്തനം 73-ാം വാക്യത്തിൽ
എന്നെ സൃഷ്ടിച്ച് ഉണ്ടാക്കിയിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്നെ സൃഷ്ടിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്, ആ തൃക്കൈകൾ കൊണ്ടാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത്. ഈ സങ്കീർത്തനത്തിൽ തന്നെ 139 സങ്കീർത്തനം 13-14 വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു, നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ സൃഷ്ടിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ വച്ച് നീ എന്നെ മെടഞ്ഞു, ഭയങ്കരവും അതിശയകരവുമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ സങ്കീർത്തന പുസ്തകത്തിൽ തന്നെ പലയിടത്തായിട്ട് കാണുന്നത് ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന വേദപുസ്തകത്തിൽ പല സ്ഥലങ്ങളിലും പിന്നെയും നാം കാണുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ എഫേസ്യ ലേഖനം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിന്റെ 2-ാം അധ്യായം 10-ാം വാക്യം, നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ ദൈവം സൃഷ്ടിച്ച മാനവജാതി ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാൻ ഇടയായി തീർന്നു. നേരത്തെ കർത്താദാസൻ ഓർപ്പിച്ചതുപോലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിലാക്കി, ആ തോട്ടത്തിൽ വേല ചെയ്യുവാൻ, തോട്ടം കാക്കുവാൻ ദൗത്യമേൽപ്പിച്ച ആ തോട്ടത്തിലാക്കി. എന്നിട്ട് ഈ മനുഷ്യനോട് പറഞ്ഞു, ഈ തോട്ടത്തിന് നടുക്ക് നിൽക്കുന്ന നന്മതിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്, മറ്റെല്ലാ വൃക്ഷങ്ങളുടെയും ഫലം തിന്നാം, നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ ഈ മനുഷ്യൻ അനുസരണക്കേട് കാണിച്ച ആ വൃക്ഷത്തിന്റെ ഫലം തിന്നു, അവന്റെ ആത്മമനുഷ്യൻ മരണപ്പെട്ടു. അവൻ ദൈവത്തിൽ നിന്ന്, ആ തോട്ടത്തിൽ നിന്ന് നിഷ്കാസിതനാകുവാൻ ഇടയായി തീർന്നു. ഇങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വിശുദ്ധ വേദപുസ്തകം പല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. ദൈവം തനിക്കായി സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ ആ മനുഷ്യന് വേദപുസ്തകം പല പേരുകൾ പ്രയോഗിച്ചിട്ടുണ്ട്. അത് ചില പേരുകൾ വിശുദ്ധ ബൈബിളിൽ നിന്ന് തന്നെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. അതിലൊന്നാമത്തെ പേര് മൂഢ മനുഷ്യൻ എന്നാണ്. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വേദപുസ്തകം വിളിക്കുന്നത് മൂഢ മനുഷ്യൻ എന്നാണ്. വിശുദ്ധ ബൈബിളിൽ തന്നെ പ്രധാനമായി 3-5 മൂഢ മനുഷ്യരെ നമുക്ക് കാണുവാൻ കഴിയും. 5 വാക്യങ്ങൾ ഇവിടെ വായിച്ച് കേൾപ്പിക്കും. ഒന്നാമത്തെ മൂഢ മനുഷ്യൻ 14-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. ഇവിടെ വായിച്ച് നിങ്ങളെ കേൾപ്പിക്കും. 14-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ മൂഢ മനുഷ്യൻ ആര്? ദൈവമില്ല എന്ന് പറയുന്നവൻ മൂഢനാണ്. ഈ ഭാഗം എഴുതിയത് സങ്കീർത്തനക്കാരനായ ദാവീദാണ്. ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഭക്തനായിരുന്നു ദാവീദ്. ആ ദാവീദ് അന്ന് എഴുതി, ദൈവമില്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു. കാലം മുന്നോട്ട് പോയി ഈ 21-ാം നൂറ്റാണ്ടിൽ എത്തിയപ്പോൾ ഇന്നത്തെ മൂഢ മനുഷ്യർ ദൈവമില്ല എന്ന് ഹൃദയത്തിൽ മാത്രമല്ല പറയുന്നത്, വിളിച്ചുകൂയിക്കൊണ്ട് നടക്കുകയാണ്. ദൈവമില്ല, ഉണ്ടെങ്കിലൊന്ന് കാണിച്ചു തരണം എന്ന് പറയുന്ന യുക്തിയില്ലാത്ത യുക്തിവാദികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒരിക്കലും ഒരു ദൈവമനുഷ്യനോട്, ദൈവവിശ്വാസിയോട് ദൈവമില്ല എന്ന് വാദിക്കുന്ന യുക്തിവാദി എന്ന് ചോദിച്ചു. ഈ ദൈവമനുഷ്യൻ തന്നെ പറഞ്ഞ് ഞാൻ കേട്ടതാണ്. ഈ യുക്തിവാദി ഈ ദൈവവിശ്വാസിയോട് ചോദിച്ചു, അദ്ദേഹം ഒരു കർത്തദാസൻ കൂടിയാണ്, പാസ്റ്ററെ ദൈവം ഉണ്ടോ, ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാമോ? ഉടനെ ഈ ദൈവവിശ്വാസി ഈ യുക്തിവാദിയോട് പറഞ്ഞു, നിങ്ങൾ ഈ പറഞ്ഞ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ഞാനൊരു ചോദ്യം ചോദിക്കാൻ, നീ അതിന് മറുപടി പറയണം. ഇദ്ദേഹം പറഞ്ഞു, പാസ്റ്റർ ചോദിച്ചോളാൻ പറഞ്ഞു. ഈ ദൈവദാസന്റെ ചോദ്യം ഇതായിരുന്നു, ഇല്ലാത്ത കാര്യത്തിന്റെ ഒരു പേര് പറയാൻ പറഞ്ഞു. ഭൂമിയിൽ ഇല്ലാത്ത അല്ലെങ്കിൽ എങ്ങുമില്ലാത്ത ഒരു കാര്യത്തിന്റെ പേര് പറയാൻ പറഞ്ഞു. അപ്പോൾ ഈ യുക്തിവാദി ഒത്തിരി ചിന്തിച്ചിട്ട് പറഞ്ഞു, അതെങ്ങനെ ഇല്ലാത്ത കാര്യത്തിന് പേരുണ്ടാകുന്നത്? ഇതിപ്പം ഗ്ലാസ്സാ, ഇത് ഗ്ലാസ് ആയതുകൊണ്ട് ഗ്ലാസ് എന്ന് പറയുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന മൈക്കാ, ഇത് മൈക്ക് ആയതുകൊണ്ട് മൈക്ക് എന്ന് പറയുന്നു. ഇത് ലൈറ്റാണ്, ലൈറ്റ് ആയതുകൊണ്ട് ലൈറ്റ് എന്ന് പറയുന്നു. ഇത് മേശയാണ്, മേശ ആയതുകൊണ്ട് മേശ എന്ന് പറയുന്നു. അപ്പോൾ ഉള്ള കാര്യത്തിനെ പേരുള്ളല്ലോ. ഈ ദൈവവിശ്വാസി ചോദിച്ചു. അപ്പൊ യുക്തിവാദി പറഞ്ഞു, അത്രയേ ഉള്ളൂ, ഉള്ള കാര്യങ്ങൾക്കേ പേരുള്ളൂ. അങ്ങനെയെങ്കിൽ ദൈവവിശ്വാസിയുടെ അടുത്ത ചോദ്യം, ഇല്ലാത്ത ദൈവത്തിന് നീ പറയുന്നു ദൈവമില്ലെന്ന്, ആ ഇല്ലാത്ത ദൈവത്തിന്
ദൈവമെന്ന പേരെങ്ങനെ ഉണ്ടായി? ആ യുക്തി എടുത്താൽ തന്നെ ദൈവമെന്ന പേര് തന്നെ ഒരു ദൈവമുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ്. ഉള്ള കാര്യത്തിനെ പേരുകളുള്ളൂ. ആ യുക്തിയിൽ തന്നെ ദൈവമെന്ന പേര് വെളിപ്പെടുത്തുന്നു. ഒരു ദൈവമുണ്ട്. ദൈവമില്ല എന്ന് പറയുന്നവനെ വേദപുസ്തകം സംബോധന ചെയ്യുന്നത് മൂഢമനുഷ്യനെന്നാണ്. മനുഷ്യൻ പരിണമിച്ചുണ്ടായതൊന്നുമല്ല. ഈ പരിണാമം ശരിയാണെങ്കിൽ ഇന്ന് പരിണാമം നടക്കാത്തത് എന്താ? മനുഷ്യനിൽ നിന്ന് പരിണമിച്ച് മറ്റൊരു ജീവി ഉണ്ടാകുന്നില്ല. ഇല്ലെങ്കിൽ പൂച്ചയിൽ നിന്ന് വേറെ ജീവി ഉണ്ടാകുന്നില്ല. പൂച്ചക്കുഞ്ഞേ ഉണ്ടാകുന്നുള്ളൂ. പട്ടിയിൽ നിന്ന് പട്ടിക്കുട്ടിയെ ഉണ്ടാകുന്നുള്ളൂ. യാതൊരു പരിണാമവും നമ്മൾ അല്പം പോലും കാണുന്നില്ല. ആ സിദ്ധാന്തം എടുത്താൽ തന്നെ ഇതിന്റെ പിന്നിൽ ഒരു സൃഷ്ടിതാവുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ്. മനോഹരമായി ഭൂമിയെ സൃഷ്ടിച്ച, ജീവജാലങ്ങളെ സൃഷ്ടിച്ച, ഈ നിലയിൽ നിയന്ത്രിക്കുന്ന ഒരു സൃഷ്ടിതാവും നിയന്ത്രിതാവും ഇതിന്റെ പിന്നിൽ ഉണ്ടെന്ന് ഈ പ്രപഞ്ചം തന്നെ വെളിപ്പെടുത്തുന്നു. ദൈവമില്ല എന്ന് പറയുന്നവൻ ദൈവദൃഷ്ടിയിൽ മൂഢമനുഷ്യനാണ്. വേദപുസ്തകം ചൂണ്ടിക്കാട്ടുന്ന രണ്ടാമത്തെ മൂഢമനുഷ്യൻ ബൈബിളിൽ പുതിയ നിയമത്തിലെ ഒരു സുവിശേഷമാണ് ലൂക്കോസിന്റെ സുവിശേഷം. ആ ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 16 തുടങ്ങിയുള്ള വാക്യങ്ങൾ ഇവിടെ വായിച്ചു കേൾക്കുമ്പോൾ രണ്ടാമത്തെ മൂഢമനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 16 തുടങ്ങിയുള്ള വാക്യങ്ങൾ. ഒരു ഉപമയും അവരോട് പറഞ്ഞത്, ധനവാനായ ഒരു മനുഷ്യന് ഭൂമി നന്നായി വിളഞ്ഞു. അപ്പോഴവൻ, ഞാൻ എന്തു ചെയ്യേണ്ടു? എന്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു. പിന്നെ അവൻ പറഞ്ഞത്, ഞാനിത് ചെയ്യും. എന്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിത് എന്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ട് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചിരിക്കുന്നു. ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവികമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. ദൈവം മൂഢ എന്ന് വിളിക്കുന്ന മറ്റൊരു മനുഷ്യനെയാണ് ഈ വേദഭാഗത്ത് കണ്ടത്. ഇദ്ദേഹം ഒരു സാമാന്യനായ വ്യക്തിയല്ല. നാം വായിച്ചു കേട്ടു, ധനികനായ ഒരു മനുഷ്യനാണ്. ഒരാണ്ട് ഇവന്റെ വിളവ് നന്നായിട്ട് അങ്ങ് വിളഞ്ഞു. അവൻ രാത്രിയിൽ കിടന്നുകൊണ്ട് തന്നോട് തന്നെ ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? എന്റെ വിളവ് നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട്. അവന്റെ അന്തരാത്മാവ് കൊടുത്ത മറുപടി, ഈ ധാന്യമൊന്നും വിൽക്കരുത്. നിന്റെ കളപ്പുത പൊളിച്ച് വലിയത് പണിയണം. 7 ആണ്ടുകളിലേക്ക് ഇതെല്ലാം സംഭരിച്ചു വയ്ക്കണം. എന്നിട്ട് 4 കാര്യങ്ങൾ നീ ചെയ്യണം. 1, തിന്നുക. 2, കുടിക്കുക. 3, ആനന്ദിക്കുക. 4, ആശ്വസിക്കുക. ഇത് ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് ഇവൻ ഉള്ളിൽ തീരുമാനമെടുത്തപ്പോ, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും. നീ ഒരുക്കി വച്ചത് ആർക്കാകും? ദൈവ വിഷയമായി സമ്പന്നനാകണം. അല്ലാത്തവരുടെ അവസ്ഥ മൂഢമനുഷ്യനാണ്. ഈ മനുഷ്യനെ മൂഢ എന്ന് വിളിക്കാൻ കാരണം ഇവൻ ചെയ്യാൻ തുടങ്ങുന്ന 4 കാര്യങ്ങൾ കണ്ടുകൊണ്ടാണ്. ഇവൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? 1, തിന്നുക. നമ്മൾ നേരം വെളുത്താൽ വൈകുന്നേരം വരെ ഈ കിടന്ന് അധ്വാനിക്കുന്നത്, കഷ്ടപ്പെടുന്നത് നമ്മുടെ ഒലിച്ചാൻ വയറിന്, നമ്മുടെ ഭാര്യയ്ക്ക്, മക്കൾക്ക്, അപ്പന്, അമ്മയ്ക്ക്, ഇവർക്ക് വേണ്ടിയാണ് നമ്മൾ എല്ലാം മുറിയെ പണി ചെയ്യുന്നത്. തിന്നുക. എല്ലാ മനുഷ്യരും അധ്വാനിക്കുന്നത് തിന്നുവാൻ വേണ്ടി. തീറ്റി കഴിഞ്ഞാൽ പിന്നെ കുടിക്കണം. നമ്മളെപ്പോലുള്ള വെള്ളം വെച്ചിരിക്കുക, വെള്ളമോ ചായയോ കാപ്പിയോ ഒക്കെ നമ്മൾ ചിലതൊക്കെ കുടിക്കുമ്പോൾ മറ്റ് ചിലത് സാമ്പത്തിക ശേഷി പോലെ കള്ള് ഷാപ്പ് തുടങ്ങി വിദേശ മദ്യ ഷാപ്പ് വരെ കയറി കുടിയ. തീറ്റി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കുടിക്കണം. പിന്നെ ക്രിസ്ത്യാനിക്കൊരു വാക്യമുണ്ട്, കർത്താവ് കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കി ശകലിച്ച മോന്തുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നു, മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കിയില്ല. തെറ്റുപറ്റരുത്. മദ്യപാനികൾക്കുള്ളതല്ല ദൈവരാജ്യം. മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. മദ്യപാനം നിന്റെ ഭാര്യയെ വിധവയാക്കുന്നതാണ്.
മദ്യപാനം നിന്റെ തലമുറയെ അനാഥമാക്കുന്നതാണ്. മദ്യപാന സമൂഹത്തിന്റെ വിപത്താണ്. മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ആ സമൂഹത്തിന്റെ വിപത്തും ദോഷവുമാണ് മദ്യപാനമെന്ന കാലവും ലോകവും തെളിയിച്ചു കഴിഞ്ഞിരിക്കുക. തീറ്റി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് കുടിക്കണം. ഒരിക്കൽ 2 കള്ളൂടിയന്മാർ മൂക്കറ്റം കള്ളൂടിച്ചു. രാത്രി 9 മണി സമയം. ഒരുത്തൻ ഒട്ടും വെളിവില്ല, മറ്റൊന്നെ ശകലം വെളിവുണ്ട്. ഇവരിങ്ങനെ വരുമ്പോൾ പൂർണ്ണ ചന്ദ്രൻ വേണ്ട ഇതുപോലെ ഇങ്ങനെ ഉദിച്ചിരിക്കുക. ഇപ്പൊ ഒട്ടും വെളിവില്ലാത്ത മറ്റവനോട് പറഞ്ഞടാ സൂര്യൻ നിൽക്കുന്ന കണ്ടോ, ഇവന്റെ വെളിവിന്റെ കൂടല്ല. ഉടനെ മറ്റവൻ അല്പം വെളിവുള്ള പറഞ്ഞടാ പോടാ ഇത് ചന്ദ്രനാണെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നാമൻ പറഞ്ഞടാ ഇപ്പം പകലല്ലേ. മറ്റവൻ പറഞ്ഞടാ പോടാ ഇപ്പൊ രാത്രിയാണ്. ഇവ രണ്ടുപേരും കൊണ്ട് വഴക്കായി. ഉന്നും തള്ളും ബഹളമായിട്ടും ഇങ്ങനെ വരുമ്പോൾ ഒരു പാമ്പിടിച്ച ഉപദേശി രാത്രിയോഗം കഴിഞ്ഞ് 9 മണിക്ക് ബൈബിളുമായിട്ട് എതിരെ വരിക. ഇവ രണ്ടുപേരും ഉപദേശിക്കിട്ട് അങ്ങ് പിടിച്ചു. എല്ലാവർക്കും പിടിക്കാൻ എളുപ്പം ഉപദേശി വരാൻ ഞങ്ങളെ അല്ലയോ, അല്ലാത്തവരെ പിടിക്കണം വിവര മതി. ഉപദേശിയെ പിടിച്ചേച്ച ഒന്നാമന്റെ ചോദ്യം, ഉപദേശി ഈ നിൽക്കുന്ന സൂര്യനല്ലയോ? ഉടനെ മറ്റോ പറഞ്ഞു, ഉപദേശി ഇത് ചന്ദ്രനല്ലേ. ഒന്നാമന്റെ ചോദ്യം, ഉപദേശി ഇപ്പം പകലല്ലേ. രണ്ടാമത്തെ ചോദ്യം, ഉപദേശി ഇപ്പം രാത്രിയല്ലേ. ഈ ഉപദേശി അല്പം ശ്രദ്ധിച്ചവ സോക്കേട് മനസ്സിലായി. പകലാന്ന് പറഞ്ഞാൽ രാത്രി എന്ന് പറഞ്ഞാൽ അടിക്കും. ഈ നിൽക്കുന്നത് ചന്ദ്രനാണെന്ന് പറഞ്ഞാൽ സൂര്യൻ എന്ന് പറഞ്ഞവൻ വീക്കും. ഉടനെ ഉപദേശി അല്പം ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞു, എൻ്റെ പൊന്ന് സഹോദരന്മാരെ, ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് അധികം നാളായില്ല. ഇപ്പൊ ഈ നാട്ടിൽ പകലാണോ രാത്രിയാണോ എന്ന് എനിക്ക് വലിയ തിട്ടമില്ല. ഈ നാട്ടുകാരോട് ആരോടെങ്കിലും ചോദിക്കാൻ പറഞ്ഞ ഇയാൾ തടിയും കൊണ്ട് പോയെന്ന് ഞാൻ എങ്ങോട്ടോ കേട്ടിട്ടുണ്ട്. കുടി മൂത്താൽ ഇത് നടക്കും, ഇതിനപ്പുറവും നടക്കും. മദ്യപാനികൾ ദൈവരാജ്യം അവകാശമാക്കിയില്ല. തിന്നുക, കുടിക്കുക, കുടി കഴിഞ്ഞാൽ ആനന്ദിക്കണം. അതിന് സിനിമാശാലയുണ്ട്, നാടകശാലയുണ്ട്, സർക്കസ് ശാലയുണ്ട്. ഇവിടൊക്കെ പോയി കണ്ടും രസിച്ചും ആനന്ദിക്കണം. പിന്നെ കിടന്നുറങ്ങി ആശ്വസിക്കണം. ഈ ചെയ്യുന്ന വ്യക്തിയെ നോക്കിക്കൊണ്ട് ദൈവം വിളിച്ചു പറയുന്നു, നീ മൂഢ മനുഷ്യനാണ്. ദൈവ വിഷയമായി സമ്പന്നനാകണം. ഈ ലോകത്തിലല്ല. ചിലത് പറയും ഇവിടെ തന്നെയാ സ്വർഗവും നരകവും. അങ്ങനൊന്നും അല്ല. ഇവിടെ ഒന്നുമല്ല സ്വർഗവും നരകവും. മരണാനന്തര ജീവിതത്തിലാണ് സ്വർഗവും നരകവും നമുക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടിരിക്കുന്നത്. അബദ്ധം പറ്റരുത്, തെറ്റു പറ്റരുത്. നമുക്ക് ലഭിച്ച ചെറിയ ആയുസ് പാഴാക്കി കളയരുത്. നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ ഒതുക്കണം. വേദപുസ്തകം വിളിക്കുന്ന രണ്ടാമത്തെ മൂഢമനുഷ്യൻ, ദൈവ വിഷയമായി സമ്പന്നനാകാത്തവൻ മൂഢൻ. വേദപുസ്തകം വിളിക്കുന്ന മൂന്നാമത്തെ മൂഢമനുഷ്യൻ, ബൈബിളിൽ പഴയ നിയമത്തിലൊരു പുസ്തകമാണ് സഭാപ്രസംഗികളുടെ പുസ്തകം. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ എഴുതിയ പുസ്തകമാണ് സഭാപ്രസംഗികളുടെ പുസ്തകം. ആ പുസ്തകത്തിന്റെ 10-ാം അധ്യായം 15-ാം വാക്യത്തിൽ മൂന്നാമത്തെ മൂഢനെ നമുക്ക് കാണുവാനായിട്ടേ കഴിയും. ഇവിടെ വായിച്ചു കേൾപ്പിക്കും. സഭാപ്രസംഗികളുടെ പുസ്തകം 10-ാം അധ്യായം 15-ാം വാക്യം. പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാത്ത മൂഢന്മാർ തങ്ങളുടെ പ്രയത്നത്തിൽ ക്ഷീണിച്ചു പോകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ തന്റെ കൊട്ടാരത്തിൽ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഒരു കൂട്ടം വ്യക്തികൾ നടന്നു പോകുന്ന ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായി അവരൊരു പട്ടണത്തെ ലക്ഷ്യമാക്കി നടക്കുക. അല്പം കൂടെ ശ്രദ്ധിച്ചപ്പോൾ അവരുടെ സംഭാഷണത്തിൽ നിന്നൊക്കെ മനസ്സിലായി ഈ പോകുന്ന ആർക്കും തന്നെ ആ പട്ടണത്തിലേക്കുള്ള വഴി അറിയത്തില്ല. ഉടനെ ജ്ഞാനി എഴുതി വച്ചു, മൂഢന്മാർ നടന്നു പോകുന്നു, പട്ടണത്തിലേക്ക് പോകുന്നെന്ന് പറഞ്ഞു പോകുന്നു, പക്ഷെ ഇവർക്കാർക്കും വഴി അറിയത്തില്ല. ഇവരെ മൂഢ എന്ന് വിളിക്കാൻ കാരണം പട്ടണത്തിലേക്ക് പോകുന്ന വഴി അറിയാതെ പോയതുകൊണ്ട്. ഏതാണ് ഈ പട്ടണം? വിശുദ്ധ വേദപുസ്തകം ഒരു പട്ടണത്തെ ചിത്രീകരിക്കുന്നുണ്ട്, ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യഹോവ ശില്പിയായി പണിയുന്ന അടിസ്ഥാനങ്ങളുള്ള പുതിയ യെരൂശലേം എന്ന നിത്യ പട്ടണം. ആ പട്ടണത്തെ ലക്ഷ്യമാക്കിയാണ് ദൈവജനം യാത്ര ചെയ്യുന്നത്. വേദപുസ്തകം വിശ്വസിക്കുന്ന യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ദൈവമക്കൾക്കൊന്നറിയാം, അവരൊരു പട്ടണത്തിലേക്ക് യാത്ര ചെയ്യുക. നിത്യത കഴിക്കേണ്ടത് ആ പട്ടണത്തിലാണ്. എന്നാൽ ആ പട്ടണത്തിലേക്ക് പോകുന്നു എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ആ പട്ടണത്തിലേക്കുള്ള വഴി പലർക്കും അറിയത്തില്ല.
ആ വഴി പറഞ്ഞു തരാനാണ് ഈ 2 ദിവസം ഇതുപോലുള്ള സുവിശേഷ യോഗം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ പട്ടണത്തിലേക്ക് പോകുന്ന വഴി യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകും. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യേശുക്രിസ്തു ക്രൂശിന്മേൽ പരമയാഗമായപ്പോൾ അവന്റെ ദേഹമെന്ന തിരശീല മേലോട്ട് താഴെ വരെ ചീന്തപ്പെട്ടു. ആ പുതുവഴിയിലൂടെ മാത്രമേ ഈ പട്ടണത്തിൽ ചെന്നെത്തുവാനായിട്ടേ കഴിയുള്ളൂ. ഈ വഴി മനസ്സിലാക്കി വേണം നമ്മൾ യാത്ര ചെയ്യുവാൻ. വഴി മനസ്സിലാക്കാതെ യാത്ര ചെയ്താൽ നമ്മൾ ഒരിക്കലും ആ പട്ടണത്തിൽ ചെന്നെത്തുവാനായിട്ട് കഴിയുകയില്ല. പ്രസംഗിയുടെ പ്രസംഗിയായ D.L. മൂഡി, അങ്ങനെ ഒരു ഭക്തൻ, ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പാശ്ചാത്യ നാടുകളിൽ ജീവിച്ചിരുന്നു. ഈ D.L. മൂഡി ഒരിക്കൽ വഴി കൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു യൗവനക്കാരൻ കുതിരപ്പുറത്ത് വരികയാണ്. ഇദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്തു. ഇദ്ദേഹം നടക്കാൻ ഇറങ്ങിയതാണ് D.L. മൂഡി. ഈ കുതിരപ്പുറത്ത് വന്ന ഈ ചെറുപ്പക്കാരൻ D.L. മൂഡിയെ അറിയാൻ പ്രസംഗിയനാണ്. ഇദ്ദേഹം D.L. മൂഡിയോട് ചോദിച്ചു, അല്ലയോ D.L. മൂഡി, നരകത്തിലേക്ക് പോകുന്ന വഴിയൊന്ന് പറഞ്ഞു തരാമോ? കളിയാക്കി ചോദിച്ചതാ. ഉടനെ D.L. മൂഡി പറഞ്ഞു, എന്റെ പൊന്നു സഹോദരി, ആ വഴി എനിക്ക് അറിയത്തില്ല, സ്വർഗത്തിലേക്ക് പോകുന്ന വഴി വേണം ഞാൻ പറഞ്ഞു തരാം. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത്, എനിക്ക് അതറിയണ്ട, നരകത്തിലേക്ക് പോകുന്ന വഴിയൊന്ന് പറഞ്ഞു തരാമോ? D.L. മൂഡി പിന്നെയും പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകുന്ന വഴി ഞാൻ പറഞ്ഞു തരാം. ഇദ്ദേഹം ഈ യൗവനക്കാരൻ ശ്രദ്ധിച്ചിരുന്നപ്പോൾ D.L. മൂഡി പറഞ്ഞു, നീ പോകുന്ന ഈ വഴിയേ തന്നെ അങ്ങ് പോയാൽ നീ അങ്ങ് നരകത്തിൽ ചെന്നോളൂ എന്ന് പറഞ്ഞു. ഈ ചെറുപ്പക്കാരൻ മുമ്പോട്ട് പോയി. കുറച്ച് കഴിഞ്ഞ D.L. മൂഡി പതുക്കെ നടന്ന് മുമ്പോട്ട് വന്നപ്പോൾ ഈ കുതിരയും യൗവനക്കാരും കൂടെ കൊക്കയിലേക്ക് മറിഞ്ഞ ഏതോ അബദ്ധവശാൽ ഈ യൗവനക്കാരൻ കൊല്ലപ്പെട്ടു. D.L. മൂഡി അവിടെ നിന്ന് പ്രതികരിച്ചത്, നരകത്തിലേക്കുള്ള വഴി ഇത്രയും അടുത്തതായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. അനേകർ സ്വയം നാശത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പട്ടണത്തിലേക്ക് പോകുന്ന വഴി മനസ്സിലാക്കി യാത്ര ചെയ്യണം. നമുക്കൊരു നിത്യതയുണ്ട്. ആ നിത്യത നമ്മൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ഞാൻ ആ വേദം അവിടെ നിൽക്കുന്നില്ല. വേദപുസ്തകം ചൂണ്ടിക്കാട്ടുന്ന 4ാമത്തെ മൂഢമനുഷ്യൻ, ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ തന്നെ എഴുതിയ മറ്റൊരു പുസ്തകമാണ് സദൃശ്യവാക്യങ്ങൾ. അതിൻ്റെ അകത്ത് ഒത്തിരി ജ്ഞാനം ശലോമോൻ എഴുതിയിട്ടുണ്ട്. ആ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 26-ാം വാക്യത്തിൽ 4ാമത്തെ മൂഢമനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. 28-ാം അധ്യായം 26-ാമത്തെ വാക്യം. സ്വന്തം ഹൃദയത്തിൽ ആശ്രയിക്കുന്നവൻ മൂഢൻ. അപ്പോൾ ഈ മൂഢൻ ആരാ? സ്വന്തം ഹൃദയത്തിൽ എന്ന് പറഞ്ഞാൽ സ്വന്തം കഴിവിൽ, സ്വന്തം ആരോഗ്യത്തിൽ, സ്വന്തം സമ്പത്തിൽ, സ്വയത്തിൽ ആശ്രയിക്കുന്നവനെ വേദപുസ്തകം വിളിക്കുന്നത് മൂഢമനുഷ്യൻ. കാരണം വിശുദ്ധ ബൈബിളിൽ തന്നെ മറ്റൊരിടത്ത് വായിക്കുന്നുണ്ട്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. കാരണം ഇതെല്ലാം നഷ്ടപ്പെടും. ബലം നഷ്ടപ്പെടുവാൻ സമയമധികം വേണ്ട, ധനം നഷ്ടപ്പെടാൻ സമയമധികം വേണ്ട, ജ്ഞാനം പോകുവാൻ സമയമധികം വേണ്ട. പ്രശംസിക്കുന്നവൻ, ആശ്രയിക്കുന്നവൻ യഹോവയിൽ വേണം ആശ്രയിക്കുവാൻ. സ്വന്തം ഹൃദയത്തിൽ, സ്വന്തം കഴിവിൽ ആരാശ്രയിക്കുന്നുവോ ആ വ്യക്തിയെ ബൈബിൾ വിളിക്കുന്നത് മൂഢമനുഷ്യൻ. ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്ന 5ാമത്തെ മൂഢമനുഷ്യൻ, പല മൂഢമനുഷ്യരുണ്ടെങ്കിലും ഇതിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുതിയ നിയമത്തിൽ ഒരു പുസ്തകമാണ് കൊരിന്ത്യ ലേഖനം. അത് 2 ലേഖനമുണ്ട്. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം, 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. അത് 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 35-36 വാക്യങ്ങളിൽ അത് എഴുതിയ അപ്പോസ്തലനായ പൗലോസ് ഒരു മൂഢമനുഷ്യനെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 35-36 വാക്യങ്ങൾ. പക്ഷെ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നുവെന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നുവെന്നും ചോദിക്കും. മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നതോ ഉണ്ടാകുവാനുള്ള ശരീരമല്ല, കോതമ്പിന്റെയോ മറ്റു വല്ലതിന്റെയോ വെറും മണി അത്രേ വിതയ്ക്കുന്നത്. ഈ മനുഷ്യനെ മൂഢ എന്ന് വിളിക്കാൻ കാരണം
മരിച്ചവരുടെ പുനരുദ്ധാനത്തെ പറ്റി ഇവൻ അറിവില്ലാതെ പോയി. അവൻ ചോദിക്കുന്നു, എങ്ങനെയാ മരിച്ചു കഴിഞ്ഞാൽ ഉയർത്തെഴുന്നേൽക്കുന്നത്? നിങ്ങൾ പ്രസംഗിക്കുന്നു മരിച്ചാൽ പുനരുദ്ധാനമുണ്ട്, മറ്റൊരു ജീവിതമുണ്ട് എന്നൊക്കെ പ്രസംഗിക്കുന്നല്ലോ. അതെങ്ങനെയാ സാധ്യതമാകുന്നത്? ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് പൗലോസ് വിളിക്കുന്നു, മൂഢ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ അതുപോലെ ഇരിക്കും. മരിച്ചവരുടെ പുനരുദ്ധാനത്തെ പറ്റി അറിവില്ലാത്തവരെ വേദപുസ്തകം വിളിക്കുന്നത് മൂഢ എന്നാണ്. ഇന്ന് പലർക്കും മരിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് പലർക്കും അറിയത്തില്ല. മരണത്തെ പറ്റി, മരണാനന്തര ജീവിതത്തെ പറ്റി വ്യക്തമാക്കുന്ന ഏക പുസ്തകം വിശുദ്ധ ബൈബിളാണ്. സംഭവിക്കുന്നത് വെറുതെ വീണങ്ങ് മരിക്കുകയല്ല, ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ടതാണ് മനുഷ്യന്റെ ജനനവും മരണവും. നമ്മൾ യാദൃച്ഛികമായി ഭൂമിയിൽ ജനിച്ചതല്ല, ഇത് ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ടതാണ്. നമ്മൾ എന്നു മരിക്കണം, എങ്ങനെ മരിക്കണം, ഇതും ദൈവത്തിന്റെ കാര്യപരിപാടിയിൽപ്പെട്ട കാര്യമാണ്. മനുഷ്യന്റെ ഉള്ളിൽ വിലപ്പെട്ട ഒരു ആത്മാവുണ്ട്. ചിലടത്ത് ആരെങ്കിലും മരിച്ചാൽ പറയും അവന്റെ കാറ്റ് പോയെന്ന്. എന്താ കാറ്റ് പോകാൻ ബലൂണ വല്ലതും ആണോ? അവന്റെ കാറ്റ് പോയി. ചില ചോദിക്കും, മരിച്ചു കഴിഞ്ഞാൽ ഈ ആത്മാവെന്ന് പറയുന്നത് പുകയായിട്ടാണോ, ആവിയായിട്ടാണോ, കാറ്റായിട്ടാണോ ഈ പോകുന്നത്? ഈ ആത്മാവ് പുകയും ആവിയും കാറ്റും ഒന്നുമല്ല. കണ്ണും മൂക്കും വായും ചെവിയുമുള്ള ഒരു മനുഷ്യനാണ് ഈ ആത്മാവ്. മരണാനന്തര ജീവിതത്തെ പറ്റി യേശുക്രിസ്തു വ്യക്തമാക്കുന്നുണ്ട് ധനവാന്റെയും ലാസറിന്റെയും സംഭവ കഥയിലൂടെ. ധനവാനായ മനുഷ്യനുണ്ടായിരുന്നു, അവൻ ദൈവമില്ലാതെ ജീവിച്ചു. എന്നാൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ലാസറുണ്ടായിരുന്നു, അവൻ ദൈവഭക്തനായിരുന്നു. ഇവൻ രണ്ടുപേരും മരിച്ചു. ദൈവമില്ലാത്ത ധനവാൻ മരിച്ചു, അവൻ യാതനാസ്ഥലത്ത് പോയി, നരകത്തിൽ പോയി. ദൈവമുള്ള ലാസർ മരിച്ചു, അവൻ പരദീസയിലേക്ക് കടന്നുപോയി. ഈ മരണാനന്തര ജീവിതം നമ്മെ പഠിപ്പിക്കുവാൻ കർത്താവ് തന്നെ തുടർന്ന് വിശദീകരിച്ചു. യാതനാസ്ഥലത്ത് കിടക്കുന്ന ധനവാൻ മേൽപോട്ട് നോക്കണമെങ്കിൽ കണ്ണു വേണ്ടായോ? എന്നിട്ട് ഈ അബ്രഹാമിന്റെ അടുക്കൽ ഇരിക്കുന്ന ലാസനെ കണ്ടു. എന്നിട്ട് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാം പിതാവേ, ഈ ലാസനെ ഇങ്ങോട്ടൊന്ന് അയക്കണം, എന്റെ നാവ് തണുപ്പിക്കുവാൻ. അവന്റെ വെതലിൽ വെള്ളം മുക്കി എന്റെ നാവ് തണുപ്പിക്കാൻ ഇങ്ങോട്ട് നയിക്കണം. അപ്പോൾ ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി ഈ ധനവാൻ നരകത്തിൽ കിടന്ന് എരിപൊരിയുന്ന തീയിൽ കിടക്കുക. ഈ അപേക്ഷ കേട്ട ഈ ലാസനെ ഒന്ന് വിട്ടെന്ന് വെച്ചോ? വിട്ടില്ല. നമ്മുടെ ഭാവനയിൽ അബ്രഹാം പിതാവ് ലാസനെ ഇങ്ങോട്ട് വിടുക, ഒരു തുള്ളി വെള്ളം കൊടുക്കാൻ. ഈ ലാസരിഞ്ഞ് വരും, വെള്ളം വരത്തില്ല. കാരണം തീക്കകത്താ കിടക്കുന്നത്. ഈ വെള്ളമൊക്കെ അങ്ങ് ബാഷ്പീകരിച്ചു പോകും. ഇനി അതും പോട്ടെ, ലാസരും വന്നു, വെള്ളവും വന്നാൽ നമ്മുടെ ഈ ധനവാന് ഈ വെള്ളം കിട്ടുമെന്ന് എന്തോ ഗ്യാരണ്ടി? ഇവനേക്കാൾ മുമ്പന്മാരായി പല ധനവാന്മാരും ഇവിടെ കിടപ്പുണ്ട്. ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ എല്ലാവരും കൂടെ ലാസനെ പിടിച്ച് ഉണ്ടപ്പിടുത്തം പിടിക്കും. വെള്ളം കൊടുത്ത ലാസന് തിരിച്ചു പോക്ക് നടക്കത്തില്ല. അതുകൊണ്ട് അബ്രഹാം പിതാവ് പറഞ്ഞു, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ഇവിടെ നിന്ന് ഒരാൾക്ക് അങ്ങോട്ട് വരാൻ കഴിയത്തില്ല, അവിടെ നിന്ന് ഒരാൾക്ക് ഇങ്ങോട്ട് വരാനും കഴിയത്തില്ല. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ എവിടെ പോകുന്നുവോ അവിടെ വേണം നിത്യത കഴിക്കുവാൻ. നരകത്തിലാണ് പോകുന്നതെങ്കിൽ അവിടെ വേണം നിത്യകാലം മുഴുവൻ ജീവിക്കുവാൻ. ഈ ഭൂമിയിൽ ജീവനോടിരിക്കുന്നവർ എന്തെല്ലാം ചെയ്താലും മരിച്ച ആത്മാവിന് പ്രയോജനം വരുന്നില്ല എന്ന വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തും. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിപ്പാൻ നാം ക്രിസ്തുവിന്റെ ന്യായാസനത്തിനു മുമ്പാകെ പോയി നിൽക്കണം. അപ്പൊ ജീവനോടിരിക്കുമ്പോൾ വേണം നിത്യത നമ്മൾ തീരുമാനിക്കുവാൻ. നമുക്ക് രണ്ട് നിത്യതയുണ്ട്. ഒന്ന് നിത്യ സ്വർഗം, അല്ലെങ്കിൽ നിത്യ നരകം. നിത്യത എന്ന് പറഞ്ഞാൽ ഇതിന് അവസാനമില്ല. നമ്മുടെ ആയുസ് 70-80 വർഷമേ ഇവിടെ ഉള്ളൂ. ഏറിയാൽ 85-90 വർഷം കൂടുമ്പോൾ അതിന്റെ പ്രതാപം, പ്രയാസവും ദുഃഖവുമാണ്. ഇതങ്ങ് തീരും. എന്നാൽ നിത്യത എന്ന് പറയുന്നത്
കോടി കോടി വർഷങ്ങളാണ്. ഇതിന് അവസാനമില്ല. സ്വർഗത്തിൽ ചെല്ലുന്നില്ലെങ്കിൽ നിത്യകാലം മുഴുവൻ കെടാത്ത തീയിലും ചാകാത്ത പുഴുവും എന്ന് വേദപുസ്തകം വിളിക്കുന്ന ആ നിത്യ നരകത്തിൽ വേണം ജീവിതകാലം മുഴുവൻ, നിത്യത മുഴുവൻ കഴിച്ചു കൂട്ടുവാൻ. നമുക്ക് തെറ്റുപറ്റരുത്. നിത്യസ്വർഗം നമുക്കാർക്കും നഷ്ടപ്പെടരുത്. വേദപുസ്തകം ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വിളിക്കുന്ന ഒന്നാമത്തെ പേര് മൂഢമനുഷ്യൻ, മറ്റൊരു പേര് പ്രാകൃത മനുഷ്യൻ. വേദവാക്യം വായിക്കണമെന്നില്ല. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ, എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ആലോചന കൈക്കൊള്ളുന്നില്ല. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വേദപുസ്തകം വിളിക്കുന്നു പ്രാകൃത മനുഷ്യൻ. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വേദപുസ്തകം വിളിക്കുന്ന മൂന്നാമത്തെ പേര് വസ്ത മനുഷ്യൻ. പുതിയ നിയമത്തിലൊരു പുസ്തകമാണ് യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. വസ്ത മനുഷ്യ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം. അപ്പോൾ മൂഢമനുഷ്യൻ, പ്രാകൃത മനുഷ്യൻ, വസ്ത മനുഷ്യൻ. ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ വേദപുസ്തകം വിളിക്കുന്ന മറ്റൊരു പേരാണ് നമ്മൾ കുതിവാക്യമായി ഇവിടെ വായിച്ചത് അരിഷ്ട മനുഷ്യൻ. അരിഷ്ട മനുഷ്യൻ പുരാതന കാലത്തെ ശിക്ഷാക്രമങ്ങളിൽ ഒന്ന്. ഒരാൾ മറ്റൊരാളെ കൊന്നാൽ, കൊലപാതകയായാൽ, അന്നത്തെ ശിക്ഷാക്രമത്തിൽ ഒന്ന് ഈ കൊലപാതകയെ, ഈ തെറ്റ് ചെയ്ത വ്യക്തിയെ ഒരു ശവശരീരവുമായി കൂട്ടിക്കെട്ടും. എന്നിട്ട് ഏതെങ്കിലും വഴിത്തരിക്കിൽ ഇവരെ ഈ ശവവുമായി ബന്ധിച്ച ഈ കുറ്റവാളിയെ കിടത്തും, വഴിപോകുന്നവർ കാണുവാൻ, തെറ്റ് ചെയ്യാതിരിക്കാൻ. ഇങ്ങനെ കിടക്കുന്ന മനുഷ്യനെ, ശവവുമായി ബന്ധിച്ച് കിടക്കുന്ന ഈ മനുഷ്യനിൽ ശവത്തിന്റെ നിർജീവത്വം വ്യാപരിക്കും. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ മനുഷ്യനും ശവമായി മാറും. ഈ കെട്ടഴിക്കാൻ ആർക്കും അനുവാദമില്ല. ഈ കെട്ടാരെങ്കിലും അഴിച്ചാൽ അവനെ, ആ വ്യക്തിയെ ആ ശവമായി കൂട്ടിക്കെട്ടും. ഇതാണ് റോമ ഗവൺമെന്റിന്റെ പ്രതാപകാലത്തുണ്ടായിരുന്ന ശിക്ഷാക്രമങ്ങളിൽ ഒന്ന്. ഇങ്ങനെ ശവവുമായി ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യനെ കടന്നു പോകുന്ന മനുഷ്യർ വിളിച്ചു പറയുന്ന പദമാണ് അയ്യോ അരിഷ്ട മനുഷ്യൻ. ഈ കിടക്കുന്ന മനുഷ്യനും വിളിച്ചു പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ പാപത്തിന് അടിമപ്പെട്ട ശരീരത്തിൽ നിന്ന്, ഈ ശവവുമായി ബന്ധിക്കപ്പെട്ട ഈ അവസ്ഥയിൽ നിന്ന് എന്നെ രക്ഷിപ്പാൻ ആരുണ്ട് എന്ന് അവൻ ഉറക്കെ നിലവിളിക്കുക. ഒരു പാപിയുടെ ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. അവൻ പാപവുമായി ബന്ധിക്കപ്പെട്ട് കിടക്കുക. അവന് സ്വയം രക്ഷ നേടാൻ കഴിയത്തില്ല. മറ്റൊരു വ്യക്തി കെട്ടഴിച്ചാലേ ഇവന് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ. അങ്ങനെ കെട്ടഴിച്ചാൽ കെട്ടഴിക്കുന്ന വ്യക്തിയും ശിക്ഷ അനുഭവിക്കേണ്ടത് വരും. ഇങ്ങനെ മാനവജാതി പാപവുമായി ബന്ധിക്കപ്പെട്ട കിടന്ന ഞാൻ അരിഷ്ട മനുഷ്യൻ എന്ന് നിലവിളിച്ചപ്പോൾ ഈ ഭൂമിയിൽ അവതരിച്ച മറ്റൊരു മനുഷ്യനാണ് യേശുക്രിസ്തു എന്ന മനുഷ്യൻ. 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുവേശു എന്ന മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് പാപവുമായി ബന്ധിക്കപ്പെട്ട് കടന്ന അരിഷ്ട മനുഷ്യനെ അവരെ കെട്ടടിച്ച് സ്വാതന്ത്ര്യപ്പെടുത്തുവാൻ. യേശുക്രിസ്തു ഐതിഹ്യമല്ല, യേശുക്രിസ്തു ചരിത്ര പുരുഷനാണ്. ഇന്ന് 2014 വർഷമെന്ന് പറയുന്നത് ക്രിസ്തു വർഷം 2014. യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചിട്ട് 2014 വർഷമായെന്ന് ഈ വർഷം വെളിപ്പെടുത്തുമ്പോൾ യേശുക്രിസ്തു ചരിത്ര പുരുഷനാണ്. അവൻ ജീവിച്ച പലസ്തീൻ നാട് ഇന്നും ഭൂമിയുടെ മധ്യസ്ഥാനത്തുണ്ട്. അവനെ അടക്കിയ കല്ലറ ഇന്നും പലസ്തീനിലുണ്ട്. ആ ചരിത്ര പുരുഷൻ, ദൈവത്തിന്റെ ഓമനപുത്രൻ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല, ക്രിസ്ത്യാനികളുടെ ദൈവമായിട്ടല്ല. യേശുക്രിസ്തു ഭൂമിയിലേക്ക് കടന്നു വന്നത് മുഴുവൻ മാനവജാതിയെയും രക്ഷിപ്പാൻ, അവരുടെ അരിഷ്ടതാവസ്ഥയിൽ നിന്ന് വിടുവിക്കുവാൻ, കെട്ടടിച്ച് സ്വാതന്ത്ര്യം പ്രാപിപ്പാൻ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. യേശുക്രിസ്തു ജനിക്കുന്നതിന് മുമ്പ്
നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാ പ്രവാചകൻ എന്ന് പറഞ്ഞ ആ നബി, ആ പ്രവാചകൻ പ്രവചിച്ചു യേശുക്രിസ്തു കന്യകയിൽ ഈ ഭൂമിയിൽ ജനിക്കാൻ പോകും. യേശു ജനിക്കുന്നതിന് ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മീഖ പ്രവാചകൻ, ആ നബി പ്രവചിച്ചു യേശുക്രിസ്തു ബേത്ലഹേമിലാണ് ജനിക്കാൻ പോകുന്നത്. യേശുവിന്റെ ജനം യാദൃച്ഛികമല്ല. അവനെ പറ്റിയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി പ്രവാചകന്മാർ പ്രവചിച്ചതുപോലെ യേശുക്രിസ്തു കാലത്തികവെങ്കിൽ സ്ത്രീയുടെ സന്തതിയായി ഈ ഭൂമിയിൽ അവതരിച്ചു. അവനിൽ കുറ്റമില്ല, അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല. ആ യേശുക്രിസ്തു തന്റെ മുമ്പിൽ കൂടിയിരുന്ന ജനത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളിൽ ആർക്ക് എന്നെ പാപത്തെ ചൊല്ലി ബോധം വരുത്തുവാൻ കഴിയും? യേശുക്രിസ്തുവിൽ ആർക്കും പാപം ചൂണ്ടിക്കാട്ടുവാൻ കഴിഞ്ഞില്ല. തന്റെ മുമ്പിൽ കടന്നു വരുന്ന പിശാചിനെ നോക്കിക്കൊണ്ട് യേശു വെല്ലുവിളിച്ചു, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. യേശുവിനെ വിസ്തരിച്ച പീലാത്തോസ് പറയുന്നു, ഇവനിൽ ഒരു കുറ്റവും ഞാൻ കാണുന്നില്ല. യേശു ക്രൂശിൽ മരിച്ചപ്പോൾ അത് കണ്ട ശതാധിപൻ പറഞ്ഞു, ഇവൻ നീതിമാനായിരുന്നു. സത്യം. ഈ നിലയിൽ പരിപാവനമായി ജീവിച്ച യേശുക്രിസ്തു അവൻ ഭൂമിയിൽ വന്നത് മാനവജാതിയെ വീണ്ടെടുക്കുവാനാണ്. സോക്രട്ടീസും അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും ഒക്കെ ജനിച്ചു വളർന്ന ഗ്രീസിന്റെ തെരുവീതി ഒരു നട്ടുച്ച സമയത്ത് ഒരു യൗവനക്കാരൻ ഒരു ആന്തൽ വിളക്കും പിടിച്ചുകൊണ്ട് കടന്നു പോകുന്നവരുടെ മുഖമൊക്കെ ഇങ്ങനെ നോക്കാൻ തുടങ്ങി. ആ നാട്ടുകാരൊക്കെ ഈ യൗവനക്കാരന്റെ ചുറ്റും കൂടിയിട്ട് ചോദിച്ചു, ഡയോജനിസേ, നീ ആരെയെ അന്വേഷിക്കുന്നു? ഉടനെ ഡയോജനിസിന്റെ മറുപടി, ഞാനൊരു മനുഷ്യനെ അന്വേഷിക്കുക. ഉടനെ വന്നവരെല്ലൊക്കെ ചോദിച്ചു, ഞങ്ങളെല്ലാം മനുഷ്യരല്ലയോ? ഡയോജനിസിന്റെ മറുപടി, ഐ ആം സെർച്ചിങ് ഫോർ എ പെർഫെക്റ്റ് മാൻ. ഒരു പൂർണ്ണ മനുഷ്യനെ ഞാൻ അന്വേഷിക്കുകയായി. ജ്ഞാനികൾ അന്വേഷിച്ച പൂർണ്ണ മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവാണ്. യുഗങ്ങളുടെ പുരുഷൻ കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു ശമരിയാക്കാരി എന്ന സ്ത്രീയുടെ തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവൾ എന്ന് പട്ടണക്കാരോട് പറഞ്ഞു, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ആ മനുഷ്യനെ വന്ന് കാണുക. തെറ്റ് ചൂണ്ടിക്കാട്ടുന്ന, രഹസ്യങ്ങൾ വിളിച്ചു പറയുന്ന ആ മനുഷ്യൻ കർത്താവായ യേശുക്രിസ്തുവാണ്. പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ചു, യേശുവിനെ ചാട്ടോണ്ട് അടിച്ചു, യേശുവിനെ ജനത്തിന് മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് പറഞ്ഞു, ഇതാ ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ അകത്തേക്ക് കൊണ്ടുപോയ അതേ മനുഷ്യനാണ് ഈ നിൽക്കുന്ന മനുഷ്യൻ. അപ്പോൾ യേശുക്രിസ്തു മാനവജാതിയെ വീണ്ടെടുക്കുവാൻ ഈ ഭൂമിയിൽ അവതരിച്ച പാപമില്ലാത്ത ദൈവത്തിന്റെ ഓമനപുത്രനാണ് യേശുക്രിസ്തു. യേശുവിനെ ക്രൂശിൽ തറച്ചു കൊന്നു. അതിന് കാരണം നമ്മുടെ പാപം യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ വഹിച്ചു. ആ ശരീരത്തിൽ വഹിച്ചു കഴിഞ്ഞപ്പോൾ പിതാവായ ദൈവത്തിന് പാപം വഹിച്ചു നിൽക്കുന്ന തന്റെ പുത്രനെ ശിക്ഷിക്കാതിരിപ്പാൻ തരമില്ല. ആ പുത്രനെ പിതാവായ ദൈവം ക്രൂശിൽ തകർത്ത് കളഞ്ഞു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു പുസ്തകമാണ് യെശയ്യാ പ്രവചനം. അതിന്റെ 53-ാം അധ്യായം 10-ാം വാക്യം ഇങ്ങനെയാണ്, അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ആ വാക്യത്തോട് ഇവിടെ ഇരിക്കുന്ന നാം ഒരു ചോദ്യം ചോദിക്കണം, അങ്ങനെയെങ്കിൽ ആരെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയില്ല? അതിന്റെ മറുപടി ഞാനും നിങ്ങളുമാണ് കൊടുക്കേണ്ടത്. എന്നെയും നിങ്ങളെയും തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നാഞ്ഞിട്ട് തന്റെ ഓമന പുത്രനെ ക്രൂശിൽ തകർത്ത് നമ്മെ സ്നേഹിച്ച സ്നേഹം എത്രയോ വലുത്. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. മറ്റൊരു വാക്യം ഇങ്ങനെയാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവത്തിന്റെ സ്നേഹം ക്രൂശിലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ക്രൂശിലേക്ക് നോക്കിയാൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ
മൂന്നാണിമേൽ യേശു കർത്താവ് കിടക്കുക. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാതെ അവൻ വിരൂപനാണ്. അവന്റെ കണ്ണത്താഞ്ഞടിച്ചിട്ടുണ്ട്, ചാട്ടവാദ കൊണ്ട് അവനെ അടിച്ചിട്ടുണ്ട്. അവന്റെ കുടലിന്റെ നടുവെ ഉരുകിപ്പോയി, നാം അണ്ണാക്കോട് പറ്റിപ്പോയി. അവനോട് സഹതിപ്പാൻ ഈ ഭൂമിയിൽ ആരുമുണ്ടായിരുന്നില്ല. എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വെള്ളം കൊടുക്കുവാൻ ആരുടെയും കരങ്ങൾ ചലിച്ചില്ല. മാനവ മനുഷ്യൻ മുഴുവൻ തന്നെ തള്ളിയപ്പോൾ തള്ളാത്ത പിതാവെങ്കിലേക്ക് മുഖമുയർത്തി. പിതാവായ ദൈവം പുത്രനെ ക്രൂശിൽ കൈവിട്ടു. ദൈവം കൈവിട്ടു, മനുഷ്യൻ കൈവിട്ടു. യേശു ക്രിസ്തു ഏകനായി ക്രൂശിൽ കിടക്കുക. എന്തിനു വേണ്ടി? ഞാനും നിങ്ങളും അനാഥരായി തീരാതെ വണ്ണം അവന്റെ മാതോട് അണയ്ക്കുവാൻ, നിത്യതയെ നമ്മളെ കൈക്കൊള്ളുവാൻ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഈ കഷ്ടപ്പാടുകളെല്ലാം സഹിച്ചു. അവൻ ചെയ്ത തെറ്റിനല്ല യേശു ക്രൂശിൽ മരിച്ചത്. ഇവിടെ ഇരിക്കുന്ന എന്റെയും നിങ്ങളുടെയും പാപത്തിനു വേണ്ടിയാണ് യേശു മരിച്ചത്. യേശു നമുക്ക് വേണ്ടി പ്രായശ്ചിത്ത ബലിയായിട്ട് തീർന്നു. നാം മരിക്കേണ്ട സ്ഥാനത്ത് യേശു നമുക്ക് വേണ്ടി മരിച്ചു. അനേക ഗുരുക്കന്മാർ ഭൂമിയിൽ വന്നിട്ടുണ്ട്. അവൻ നല്ല കാര്യം പ്രസംഗിച്ചേച്ചു പോയി. എന്നാൽ പാപിക്ക് വേണ്ടി മരിക്കുവാൻ ഭൂമിയിൽ അവതരിച്ച ഏക വ്യക്തി കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ഈ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് കഴിഞ്ഞാൽ അവൻ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കും. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നത് അവരുടെ പാപമാണ്. ഈ പാപം മോചിക്കുന്നത് യേശു ക്രിസ്തുവാണ്. പാപം മോചിക്കുവാൻ യേശുവിനെ മാത്രമേ കഴിയൂ. വിശുദ്ധ ബൈബിൾ പറയുന്നു, നിങ്ങളുടെ പാപം രക്താംബരം പോലെ കടുംചുവപ്പായാലും ഞാനത് ഹിമം പോലെ വെളുപ്പിക്കും. ഏത് വലിയ കൊടിയ പാപവും ക്ഷമിക്കുവാൻ യേശുവിന് കഴിവാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നു, യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പാപം മോചിക്കപ്പെടുവാൻ പുണ്യസ്ഥലം സന്ദർശിക്കണ്ട, ഏതെങ്കിലും കുളത്തിലോ നദിയിലോ പോയി മുങ്ങണ്ട, നേർച്ചകാഴ്ച കൊടുക്കണ്ട, യാതൊരു ത്യാഗവും ചെയ്യേണ്ട കാര്യമില്ല. ഈ ഇരിക്കുന്ന ഇരിപ്പിൽ, ഈ നിൽക്കുന്ന നിൽപ്പിൽ, യേശുവേ ഞാനൊരു പാപിയാണ്, അവിടുന്ന് എന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അവിടുത്തെ രക്തം കൊണ്ട് എന്റെ പാപം കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചാൽ യേശു നമ്മുടെ പാപം ക്ഷമിക്കും. ബൈബിൾ പറയുന്നു, സ്വർഗത്തിലൊരു പുസ്തകമുണ്ട്, ജീവപുസ്തകം. ആ പുസ്തകത്തിൽ അങ്ങനെയുള്ളവരുടെ പേരെഴുതും. ബൈബിൾ പറയുന്നു, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഞങ്ങളെ കേൾക്കുന്ന നല്ലവരായ നാട്ടുകാരെ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിനുണ്ടോ? ഇല്ല എങ്കിൽ ഇന്ന് രാത്രിയിൽ എഴുതപ്പെടുന്ന രാത്രിയായി തീരണം. അതിനെന്ത് ചെയ്യണം? പാപവഴികളെ ഉപേക്ഷിക്കണം. യേശുവിനെ ഹൃദയത്തിൽ മനസ്സോടെ സ്വീകരിക്കണം. യേശുവിനായ ജീവിതം സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ പേരും ജീവപുസ്തകത്തിൽ എഴുതും. ഞാൻ മടങ്ങി വരുന്നു. ഒന്നാമത്തെ മനുഷ്യൻ അരിഷ്ട മനുഷ്യൻ. അരിഷ്ട മനുഷ്യനെ അവന്റെ അരിഷ്ടതാവസ്ഥയിൽ രക്ഷിപ്പാൻ ഭൂമിയിൽ അവതരിച്ച മറ്റൊരു മനുഷ്യൻ ക്രിസ്തുവേശു എന്ന മനുഷ്യൻ. ഈ ക്രിസ്തുവേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച വ്യക്തിക്ക് കൊടുത്തിരിക്കുന്ന പേരാണ് റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. ക്രിസ്തുവേശുവിൽ ആയ മനുഷ്യൻ. ആ വാക്യം ഇങ്ങനെയാണ്: ഇപ്പോൾ ക്രിസ്തുവേശുവിലായവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അരിഷ്ട മനുഷ്യനെ ക്രിസ്തുവേശുവിലായ മനുഷ്യനാക്കി മാറ്റുവാൻ ഭൂമിയിൽ അവതരിച്ച മനുഷ്യൻ ക്രിസ്തുവേശു എന്ന മനുഷ്യൻ. ഈ ക്രിസ്തുവേശുവിലായ മനുഷ്യന്റെ 7 പദവികൾ ആ റോമാലേഖനം 8-ാം അധ്യായത്തിൽ ആ ലേഖനകർത്താവായ അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിച്ചിട്ടുണ്ട്. അത് വേഗം ഒന്ന് ചൂണ്ടിക്കാണിച്ച വിശദീകരണത്തിന് പോകാതെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. 7 വാക്യം പെട്ടെന്ന് അവിടെ വായിക്കും. ക്രിസ്തുവേശുവിലായ മനുഷ്യന്റെ 1-ാമത്തെ പദവി, റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. 1-ാം വാക്യം: അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇതാണ് 1-ാമത്തെ പദവി. ക്രിസ്തുവേശുവിലായ മനുഷ്യൻ ശിക്ഷയിൽ നിന്ന് ഒഴിവുള്ളവനാണ്. എന്താണ് അവിടെ പറയുന്ന ശിക്ഷ? നിത്യ ന്യായവിധി എന്ന ശിക്ഷ.
നിത്യ നരകമെന്ന ശിക്ഷ. ആ ശിക്ഷയിൽ നിന്ന് ഒഴിവുള്ളവനാണ് ക്രിസ്തുവേശുവിലായ മനുഷ്യൻ. നിത്യ ന്യായവിധി ഉണ്ടെന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. മരണാനന്തരം ഒരു ന്യായവിധിയുണ്ട്. ദൈവം നമ്മളോട് കണക്ക് ചോദിക്കുന്ന ഒരു ന്യായവിസ്താര സഭയുണ്ട്. അവിടെ നിത്യശിക്ഷയാകുന്ന നരകത്തിൽ പോകാതിരിക്കണമോ ക്രിസ്തുവേശുവിലായ മനുഷ്യനായി തീരണം. അപ്പോൾ ക്രിസ്തുവേശുവിലായ മനുഷ്യന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഒന്നാമത്തെ പദവി, അവൻ ശിക്ഷയിൽ നിന്ന് ഒഴിവുള്ളവൻ. രണ്ടാമത്തെ പദവി, അവൻ ആത്മസ്വഭാവമുള്ളവൻ. 8-ാം അധ്യായം 9-ാം വാക്യം. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവേശുവിലായ മനുഷ്യനായത് അവൻ ആത്മസ്വഭാവം. അവൻ കാണുന്നതല്ല ആത്മാവെന്ന കണ്ണിലൂടെയാണ്. ഒരു ദൃഷ്ടാന്തം പറഞ്ഞാൽ, നമ്മൾ വഴി കൂടെ പോകുന്നു, നമ്മുടെ മുമ്പിൽ ഒരു മദ്യപാനി പോകുന്നു, ഒരു നല്ല പൂവൻകോഴി വഴി നിൽക്കുന്നു. ആ മദ്യപാനി പൂവൻകോഴിയെ കാണുമ്പോൾ അവന്റെ മനസ്സിൽ വരുന്ന സ്വാഭാവികമായ ചിന്ത, ഇത് കിട്ടിയാൽ അടിച്ച് സൂപ്പാക്കി 2 കുപ്പി കള്ളു കുടിക്കാം. ഇതായിരിക്കും ആ മനുഷ്യന്റെ തലയിൽ കൂടെ പോകുന്നത്. എന്നാൽ ക്രിസ്തുവേശുവിലായ മനുഷ്യൻ ഈ പൂവൻകോഴിയെ കാണുമ്പോൾ, മനോഹരമായ ചിറകും അങ്കവാലും കാണുമ്പോൾ, ദൈവമേ എത്ര മനോഹരമായി നീ എന്നെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കും. അപ്പോൾ ഒരു കാര്യം കാണുമ്പോൾ ക്രിസ്തുവേശുവിലായ മനുഷ്യൻ ആത്മസ്വഭാവത്തിലെ അത് കാണുകയും. ക്രിസ്തുവേശുവിലായ മനുഷ്യന്റെ മൂന്നാമത്തെ പ്രത്യേകത, അവൻ ആത്മാവിനാൽ നടത്തപ്പെടുന്നവനാണ്. 8-ാം അധ്യായം 14-ാം വാക്യം. ദൈവാത്മാവ് നടത്തുന്നവരേവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പോൾ ക്രിസ്തുവേശുവിലായ മനുഷ്യനായത് അവൻ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവനാണ്. അവൻ ആലോചന പറഞ്ഞു കൊടുക്കുവാൻ ഒരു ആലോചനക്കാരനുണ്ട്. നേരത്തെ ഇവിടെ പാട്ടുപാടിയൽ ഒരു ചരണം അങ്ങനെയാണ്. ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ ഇതാകുന്നു വഴി, ഇതിലേ നടക്ക എന്നാലോചന പറയുന്ന ഒരു നടത്തിപ്പുകാരൻ കൂടിയുണ്ട്. അത് ദൈവത്തിന്റെ ആത്മാവാണ്. തെറ്റിലേക്ക് പോകുമ്പോൾ തെറ്റാണ്, ആ വഴി തിരഞ്ഞെടുക്കരുതെന്ന് ക്രിസ്തുവേശുവിലായ മനുഷ്യന് ദൈവാത്മാവ് ആലോചന തരുന്നു. അപ്പോൾ ക്രിസ്തുവേശുവിലായ മനുഷ്യന്റെ ഒന്നാമത്തെ പ്രത്യേകത ശിക്ഷയിൽ നിന്ന് ഒഴിവുള്ളവൻ. രണ്ടാമത്തെ പ്രത്യേകത ആത്മസ്വഭാവമുള്ളവൻ. മൂന്നാമത്തെ പ്രത്യേകത ആത്മാവിനാൽ നടത്തപ്പെടുന്നവൻ. നാലാമത്തെ പ്രത്യേകത അവൻ ദൈവത്തിന്റെ അവകാശിയാണ്. 8-ാം അധ്യായം 17-ാം വാക്യം. നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. നാം മക്കളെങ്കിൽ അവകാശികൾ. എന്തിന്റെ അവകാശി? സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളുടെയും അവകാശികൾ. നമ്മുടെ അവകാശം നാം നമ്മുടെ മക്കൾക്കാണ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ മക്കൾക്കുള്ള അവകാശം അപ്പന്റെ സ്വത്താണ്. ഇതുപോലെ ക്രിസ്തുവേശുവിലായവൻ ദൈവത്തിന്റെ മക്കൾ സ്വർഗത്തിലെ സകല സമ്പത്തിനും അവകാശികളാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആ അവകാശം ക്രിസ്തുവേശുവിലായ മനുഷ്യൻ പ്രാപിക്കും. അഞ്ചാമത്തെ പ്രത്യേകത, ക്രിസ്തുവേശുവിലായ മനുഷ്യന് കഷ്ടതയില്ലെന്നല്ല, ലോകമക്കൾക്കുണ്ടാകുന്നത് പോലുള്ള കഷ്ടതകൾ ക്രിസ്തുവേശുവിലായ മനുഷ്യനുമുണ്ട്. പക്ഷെ അവന്റെ പ്രത്യേകത, അവൻ കഷ്ടങ്ങൾ സാരമില്ല എന്നുണ്ട്. 8-ാം അധ്യായം 18-ാം വാക്യം. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ. ഇതാണ് ക്രിസ്തുവേശുവിലായ മനുഷ്യന്റെ അഞ്ചാമത്തെ പ്രത്യേകത. കഷ്ടങ്ങൾ സാരമില്ല എന്നുണ്ട്. ഏത് ചിന്തിക്കുമ്പോൾ? നമ്മളിൽ വെളിപ്പെടുവാനുള്ള തേജസ് ചിന്തിക്കുമ്പോൾ. നിത്യത ചെല്ലുമ്പോൾ ക്രിസ്തുവേശുവിലായ മനുഷ്യൻ തേജസ്സിന്റെ നിത്യകരം പ്രാപിക്കും. അത് ചിന്തിക്കുമ്പോൾ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്നുണ്ട്. എന്നെ കേൾക്കുന്ന പല ദൈവമക്കളിന്റെ മധ്യത്തിലുണ്ട്. ദൈവത്തിലെ നിനക്ക് കഷ്ടതയുണ്ട്, നിനക്ക് വേദനയുണ്ട്. പക്ഷേ സാരമില്ല എന്നെണ്ണുവാൻ ഇടിയാകുന്നത് നാം ക്രിസ്തുവേശുവിലായതുകൊണ്ട്. ക്രിസ്തുവേശുവിലായ മനുഷ്യന്റെ ആറാമത്തെ പ്രത്യേകത, നിത്യതയെ പറ്റിയുള്ള അറിവ് അവന്റെ ജീവിതത്തിലുണ്ട്.
23-ാം വാക്യം, 23-ാമത്തെ വാക്യം. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാവും ആ. നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്തുകൊണ്ട് ആ. ഉള്ളിൽ ഞരങ്ങുന്നു. ഇത് നിത്യതയെ പറ്റിയുള്ള വെളിപ്പാടാണ്. ആത്മാവെന്ന ആദ്യദാനം എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെട്ടു, ക്രിസ്തുവേശുവിലായി. ദൈവത്തിന്റെ നല്ല ആത്മാവിനെ നമുക്ക് തന്നു. നമുക്ക് നിത്യതയെ പറ്റിയുള്ള കാഴ്ചപ്പാട്, നിത്യതയുണ്ട് എന്ന ചിന്ത ക്രിസ്തുവേശുവിലായ മനുഷ്യനുണ്ട്. ക്രിസ്തുവേശുവിലായ മനുഷ്യന്റെ ഏഴാമത്തേതും ഒടുവിലെത്തിയതുമായ പ്രത്യേകത അധ്യായത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. അവന് പ്രത്യാശയുണ്ട്. ക്രിസ്തുവേശുവിലായ മനുഷ്യന് പ്രത്യാശയുണ്ട്. 25-ാം വാക്യം, 25-ാം വാക്യം. അവന്റെ പദവി, ഈ വലിയ പ്രത്യാശ നമുക്കുണ്ട്. ക്രിസ്തുവേശുവിലായ മനുഷ്യനെ ചേർക്കുവാൻ യേശു ക്രിസ്തു മടങ്ങി വരും എന്ന വലിയ പ്രത്യാശ ക്രിസ്തുവേശുവിലായ മനുഷ്യനുണ്ട്. തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ തലകൾ വണക്കൂ, കണ്ണുകൾ അടയ്ക്കും. ഇതുവരെ തിരുവചനമാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. ബൈബിളിൽ കാണുന്ന 3 മനുഷ്യരെ ഞാൻ ചൂണ്ടിക്കാണിച്ചു. 1 അരിഷ്ട മനുഷ്യൻ, 2 ക്രിസ്തുവേശു എന്ന മനുഷ്യൻ, 3 ക്രിസ്തുവേശുവിൽ ആയ മനുഷ്യൻ. പാപിയുടെ ചിത്രമാണ് അരിഷ്ട മനുഷ്യൻ. ആ അരിഷ്ട മനുഷ്യനെ രക്ഷിപ്പാൻ ഭൂമിയിൽ അവതരിച്ച മനുഷ്യൻ ക്രിസ്തുവേശു എന്ന മനുഷ്യൻ. ആ ക്രിസ്തുവേശുവിൽ വിശ്വസിച്ചാൽ, ആ ക്രിസ്തുവേശുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ അവൻ ക്രിസ്തുവേശുവിൽ ആയ മനുഷ്യനാകും. അങ്ങനെ കർത്താവിനെ സ്വീകരിക്കുന്നവർ, അവിടെ 7 പദവികൾ നാം കണ്ടു. ഇതുവരെ യേശു ക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിക്കാത്ത ആരെങ്കിലും ഞങ്ങൾ ശ്രദ്ധിക്കുന്നെങ്കിൽ ഇന്ന് രാത്രിയിൽ യേശുവിനോട് പ്രാർത്ഥിക്കൂ. യേശുവേ, എൻ്റെ പാപത്തിന് വേണ്ടി അവിടുന്ന് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ രക്തം കൊണ്ട് എൻ്റെ പാപം കഴുകണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ. ഈ രാത്രിയിൽ ഞാൻ അങ്ങയെ എൻ്റെ ജീവിതത്തിൽ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്നു. ഞാൻ എൻ്റെ പാപവഴികളോട് വിട പറയുന്നു. ഞാൻ അങ്ങേക്കായി ജീവിക്കാം. ഇന്ന് രക്ഷാ ദിവസം, ഇന്ന് സുപ്രസാദകാലം. നാളത്തെ ദിവസം നമ്മുടേതല്ല. നമ്മുടെ മൂക്കിൽ താഴോട്ട് വരുന്ന കാറ്റ് 5 മിനിറ്റ് പണി മുടക്കിയാൽ ഈ ലോകവാസം അവസാനിച്ചു. ഏത് മനുഷ്യനും ഉദച്ചു നിന്നാൽ ഒരു ശ്വാസമത്രയാവും. നമ്മുടെ ഉള്ളിൽ വിലപ്പെട്ട ഒരു ആത്മാവുണ്ട്, അത് നശിക്കുന്നില്ല. പട്ടിയും പൂച്ചയും കാളയും പോത്തും ചാകുന്നത് പോലല്ല മനുഷ്യൻ മരിക്കുന്നത്. മനുഷ്യനൊരു ആത്മാവുണ്ട്, അത് നശിക്കുന്നില്ല, അതിന് നിത്യതയുണ്ട്. ഒന്നുകിൽ നിത്യകാലം ദൈവത്തോടൊപ്പം സ്വർഗത്തിൽ, അല്ലെങ്കിൽ നിത്യകാലം യാതനാസ്ഥലത്ത് നരകത്തിൽ. നമ്മൾ കൈവിടപ്പെട്ടു പോകരുത്, നിത്യത നഷ്ടപ്പെടുത്തരുത്. സ്വർഗത്തിൽ നാം കാണണം. നമ്മുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതപ്പെടണം. ആ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവനെയും തീപ്പുകയിൽ തള്ളിയിടും. പ്രാർത്ഥിച്ചാട്ട്, ശാന്തമായി പ്രാർത്ഥിച്ചാട്ട്, യേശുവേ എൻ്റെ ഉള്ളിൽ വന്നാട്ട്, ഞാൻ അങ്ങയെ ജീവിതത്തിൽ സ്വന്തം രക്ഷകനായി സ്വീകരിക്കുന്നു. എന്നെ നിൻ്റെ പൈതലാക്കണമേ, എൻ്റെ ജീവിതം അങ്ങേക്കായി സമർപ്പിക്കുന്നു. തീരുമാനമെടുത്താട്ട്. അങ്ങനെ ആരെങ്കിലും ഇന്ന് രാത്രി പുതുതായി ഒരു സമർപ്പണം ദൈവത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. അതിനൊരു അവസരം ലഭിക്കാൻ വേണ്ടി മാത്രം ലജ്ജ കൂടാതെ വലങ്കരം ഉയർത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ആ കരങ്ങൾ ഞങ്ങൾ കാണും. അനേക കരങ്ങൾ ഇവിടെ ഉയർത്തപ്പെട്ടിട്ടുണ്ട്. ലജ്ജിക്കേണ്ട കാര്യമില്ല. കരം ഉയർത്തിപ്പിടിച്ചാണ് ഈ രാത്രിയിൽ യേശുവിന് വേണ്ടി എൻ്റെ ഹൃദയം വിട്ടുകൊടുക്കും. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ ഉയർത്തപ്പെട്ട കരങ്ങൾക്കായി തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. അവിടെ നല്ല തീരുമാനങ്ങളെ കർത്താവ് ആദരിക്കണമേ. ഇന്നു മുതൽ ഒരു പുതിയ ജീവിതം നയിപ്പാൻ അവിടുത്തെ കൃപ ഈ പ്രിയപ്പെട്ടവരുടെ വർഷിപ്പിച്ചു കൊടുക്കുവാൻ ഞങ്ങൾ തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമീൻ. ഈ യോഗം ഇവിടെ പ്രാർത്ഥിച്ച് അവസാനിച്ചു കഴിഞ്ഞാലും രോഗികളായി ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ദൈവദാസന്മാരായി ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. ലജ്ജ കൂടാതെ ഈ ഉയർത്തപ്പെട്ട കരങ്ങൾ ആ പ്രിയപ്പെട്ടവരും രോഗികളായി വന്നവരും മുമ്പോട്ട് കടന്നു വന്നാൽ
ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതാണ്. ഗായക സംഘം ചില സമയം കൂടി, മിനിറ്റുകൾ കൂടി നിങ്ങൾക്കായി ഗാനങ്ങൾ ആലപിക്കും. ആ സമയം നിങ്ങൾക്ക് മുമ്പോട്ട് വന്നാൽ ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യും. നാളെ രാത്രിയിലും ഇവിടെ മീറ്റിംഗ് ഉണ്ട്. വയലിലെ പൂപോലെ മണ്ണിൽ ജീവിതം ഒരു ചുടു കാറ്റടിച്ചാൽ വീണു പോയിടും. തുരുമ്പിച്ചും കീടങ്ങളാൽ തിന്നും തീരുവേ. അഴുകുന്ന സ്വത്തിൽ നിന്നും മനസ്സു മാറ്റുവിൻ. ഞാൻ നൽകും നിത്യജീവനതു നിങ്ങൾ നേടൂ. വ്യസനിച്ചും കാലങ്ങളാൽ തമ്മിൽ തല്ലിയും സ്വന്തം നിധി തേടുവോരെ വഴികൾ മാറ്റുവിൻ. ഇതിനി ആദ്യമായി ദൈവരാജ്യവും അവിടുത്തെ നീതിയെയും അന്വേഷിക്കുവിൻ. സ്വാതന്ത്ര്യം നൽകുമെന്റെ പിന്നാലെ പോരൂ. തേടി മണ്ണും വാങ്ങി വാഴോരേ. സർവകൊട്ടാരങ്ങളും നിറഞ്ഞെല്ലാമാകിലും ഇന്നു കാണാൻ പോകി സ്വന്തമായോ വല്ലതും. ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന ശ്രീസുനാമം അതിശയനാമം ഏഴെനിക്കുന്ന നാമം. ശ്രീസുനാമം അതിശയനാമം ഏഴെനിക്കുന്ന നാമം. എണ്ണമില്ലത്താവം എന്നിൽ നിന്നു നീക്കം എന്നിൽ കരിഞ്ഞ നാമം. എണ്ണമില്ലത്താവം എന്നിൽ നിന്നു നീക്കം എന്നിൽ കരിഞ്ഞ നാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി വായിച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി വായിച്ചു തന്ന ഉന്നതന്റെ വന്യനാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴെനിക്കുന്ന നാമം. ശ്രീയേശുനാമം അതിശയനാമം ഏഴെനിക്കുന്ന നാമം. വാനഭൂമിയേവൻ പാതാളമൊഴുകോ വാഴ്ത്തി വണങ്ങും നാമം. വാനഭൂമിയേവൻ പാതാളമൊഴുകോ വാഴ്ത്തി വണങ്ങും നാമം. വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും ആയുധം കത്തിച്ച നാമം. ഓ വാനിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരത്തെയും
ആയുധം കത്തിച്ച നാമം അവൻ യേശുനാമം അതിശയനാമം ഏഴനിക്കുന്ന നാമം ഓ യേശുനാമം അതിശയനാമം ഏഴനിക്കുന്ന നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഒറ്റ ജനം വാഴും നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഒറ്റ ജനം വാഴും നാമം എല്ലാ മുഴക്കാലും അടങ്ങിടും തീരുമെങ്കിൽ വല്ല ഭക്തമുള്ള നാമം എല്ലാ മുഴക്കാലും അടങ്ങിടും തീരുമെങ്കിൽ വല്ല ഭക്തമുള്ള നാമം അവൻ യേശുനാമം അതിശയനാമം ഏഴനിക്കുന്ന നാമം അവൻ യേശുനാമം അതിശയനാമം ഏഴനിക്കുന്ന നാമം പാപപരിഹാരാർത്ഥ പാതകളെ തേടി നായകത്തിൽ വന്ന നാമം പാപപരിഹാരാർത്ഥ പാതകളെ തേടി നായകത്തിൽ വന്ന നാമം പാപമക്ക ജീവിതത്തിൽ നാളുകളെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം പാപമക്ക ജീവിതത്തിൽ നാളുകളെ കാട്ടിത്തന്ന പാവനമ പുണ്യനാമം യേശുനാമം അതിശയനാമം ഏഴനിക്കുന്ന നാമം യേശുനാമം അതിശയനാമം ഏഴനിക്കുന്ന നാമം എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാം എന്നിൽ കടിഞ്ഞ നാമം ഓ എണ്ണമില്ല പാപം എന്നിൽ നിന്നു നീക്കാം എന്നിൽ കടിഞ്ഞ നാമം അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മാറ്റി തന്ന ഉന്നതന്റെ വന്യനാമം ഓ അന്യനെന്ന മേലെടുത്തു എന്നേക്കുമായി മാറ്റി തന്ന ഉന്നതന്റെ വന്യനാമം അവൻ യേശുനാമം അതിശയനാമം ഏഴനിക്കുന്ന നാമം ഓ യേശുനാമം അതിശയനാമം ഏഴനിക്കുന്ന നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഒറ്റ ജനം വാഴും നാമം എല്ലാ നാമത്തിലും മേലായ നാമം ഒറ്റ ജനം വാഴും നാമം എല്ലാ മുഴക്കാലും അടങ്ങിടും തീരുമല്ലേ നല്ല ഭക്തമുള്ള നാമം എല്ലാ മുഴക്കാലും അടങ്ങിടും തീരുമല്ലേ നല്ല ഭക്തമുള്ള നാമം ഓ എല്ലാ മുഴക്കാലും അടങ്ങിടും തീരുമല്ലേ നല്ല ഭക്തമുള്ള നാമം എല്ലാ മുഴക്കാലും അടങ്ങിടും തീരുമല്ലേ നല്ല ഭക്തമുള്ള നാമം ഓ എല്ലാ മുഴക്കാലും അടങ്ങിടും തീരുമല്ലേ നല്ല ഭക്തമുള്ള നാമം എല്ലാ മുഴക്കാലും അടങ്ങിടും തീരുമല്ലേ നല്ല ഭക്തമുള്ള നാമം സഹോദരങ്ങളെ, നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥനാ റിക്വസ്റ്റ് ആവശ്യമുണ്ടെങ്കിൽ സഹോദരന്മാർ കാർഡുമായിട്ട് നിങ്ങളെ സമീപിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അതിൽ കൊടുത്താൽ സഭയ്ക്കൊരു പ്രാർത്ഥനാ സെല്ലുണ്ട്. അവിടെ വെച്ച് നിങ്ങൾക്ക് വേണ്ടി ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കും. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഇപ്പോൾ നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളുടെ പേരും നിങ്ങളുടെ വിഷയവും അതിനകത്ത് എഴുതി കൊടുക്കണമെന്ന് ഓർമ്മിക്കും. ഇപ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ടി.ഐ. ജോൺ മുമ്പോട്ട് വന്നിട്ട് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ യോഗം അവസാനിക്കും. പ്രാർത്ഥിക്കാം. വിശ്വസ്തനായ കർത്താവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ആമേൻ. സന്ധ്യ കഴിഞ്ഞപ്പോൾ മുതലോ ആമേ ദൈവത്തിനോ വിശ്വസ്തയോടെ ഘോഷിപ്പാൻ കർത്താവിൻ്റെ ദാസന്മാരെ ബലപ്പെടുത്തി കേട്ട ജനത്തിൻ്റെ അത് അനുഗ്രഹവും നന്മയ്ക്ക് കാരണമായി തീർന്നു ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കേട്ടതിലോ അധികം കർത്താവെ ഹാലിലെ കൃപയോടെ വളരുവാൻ ആമേ ഞങ്ങളുടെ നാമത്തിന് ഓത്തിന് വേണ്ടി നിലകൊള്ളുവാൻ കർത്താവിൻ്റെ രാജ്യത്തിൽ അവന് അങ്ങയോടൊപ്പം വാഴുവാൻ അവരെ സഹായിക്കേണ്ടതിനോ ആമേൻ ഹല്ലെ വീണ്ടും പ്രവർത്തിച്ചു കൊള്ളേണ്ടതിനോ സ്തോത്രത്തോടെ ഏൽപ്പിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ഈ മീറ്റിംഗ് ക്രമീകരിക്കുവാൻ ആമേൻ കർത്താവ് കൃപ കൊടുത്ത എൻ്റെ ഇനത്തിനായി സ്തോത്രം ചെയ്യുന്നു. സകലവിധ നന്മകളും അനുഗ്രഹണ സമയാസമങ്ങൾ പെരണമേ. നാളെ നടക്കേണ്ട യോഗത്തിനായും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. സകല മഹത്വവും ഞങ്ങൾ തിരുവേനിക്കർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ പ്രിയ പിതാവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും സഹവാസവും കൂട്ടായ്മയും നമ്മോട് ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടും
ഇപ്പോഴൊന്നും നീക്കും കർത്താവിൻ്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആർക്കപ്പെട്ട കുഞ്ഞാരുടെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ.